ഒരിക്കലും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇന്നലെ നമ്മളെ വിട്ടുപോയ ശ്രീനിവാസൻ ചേട്ടൻ, അയാളെക്കുറിച്ച് ഇന്നലെ മോശമായ രീതിയിൽ സംസാരിച്ച ചെകുത്താൻ എന്ന് പറയുന്ന ഒരു നാറിയുണ്ടായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് അയാൾ ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് അറിയില്ല. അയാൾ പറഞ്ഞൊരു കാര്യത്തിലോട്ട് നമുക്ക് പോകാം. ശ്രീനിവാസൻ മരിച്ചത് മാത്രമല്ല, ഇനി ആര് മരിച്ചാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാരും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര പ്രതിഭയാണ്, ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു എന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞു. പക്ഷെ ചിരിച്ചൊന്നുമില്ല. ചിരിച്ചു കാണും, ചിന്തിച്ച് കാണാൻ വഴിയില്ല. ചിന്തിച്ചിട്ടുണ്ടാകുന്ന അവൻ പൃഥ്വിരാജ് ആകത്തില്ല. എന്താണെങ്കിലും ഇതങ്ങോട്ട് കൂടുക, ഓവറാക്കുക ആൾക്കാർ എല്ലാവരും. ഈ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം വൻ പ്രതിഭ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഉള്ള സ്റ്റാറ്റസ് എല്ലാം വരുവാണേ. ഇത് പക്ഷെ അധികം നീട്ടുന്ന അത്ര സേഫ് അല്ല. ഇത് എത്രയും പെട്ടെന്ന് നിർത്തിക്കും എല്ലാവരും. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇത് മോഹൻലാൽ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ നോക്കുമ്പോൾ ഇതേടാ ശ്രീനിവാസൻ മരിച്ചപ്പോൾ ഭയങ്കര ഓളം. ഇത്രയും ആളുകൾ പ്രതിഭയാണ്, ഭയങ്കര ചിന്തിപ്പിക്കുകയാണ്, ചിരിപ്പിക്കുകയാണ്, ശരിക്കുള്ള സൂപ്പർ സ്റ്റാർ ശ്രീനിവാസനായിരുന്നു എന്നൊക്കെ ഉള്ള പോലത്തെ ഒരു രീതിയിൽ കുറേ സാധനമൊക്കെ കാണുക കഴിയുമ്പോൾ ചിലപ്പോൾ മോഹൻലാൽ മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മരിച്ചിട്ടാണേലും നമുക്കിത് കിട്ടണ്ടേ. ഇപ്പൊ അടുത്തിടെയെങ്കിലും അങ്ങനെയുള്ള ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. അവാർഡൊക്കെ മേടിക്കാനല്ലേ പറ്റുന്നുള്ളൂ. ഇതിപ്പോ കേട്ട് കഴിയുമ്പോൾ പുള്ളിക്ക് തോന്നും ഇത് എനിക്കും വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? മരിക്കുക. അതുകൊണ്ട് മോഹൻലാൽ ഇതൊക്കെ കാണുന്നുണ്ട്. നല്ല കഥാപാത്രങ്ങളും സമ്മാനിച്ചിട്ടാണ് ആ ഒരു നടൻ നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ അത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പല രാഷ്ട്രീയ പ്രമുഖരും പല ജാതി നേതാക്കളും എല്ലാം അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയയും ഒരു വേദനയോടെയാണ് ആ ഒരു വാർത്ത പുറത്തുവിട്ടത്. ആ ഒരു സമയത്ത് സ്വന്തം അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ കുറേ പേരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഇതുപോലുള്ള പല നാറികൾ വന്നിട്ട് പല നാറികളും ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. ഇവൻ എന്ന ചെകുത്താൻ എന്ന ഈ ഒരു നാറി ചെയ്ത ഈ ഒരു മോശം പ്രതികരണം എന്തുകൊണ്ടാണ്? 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം വയറിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി പാലക്കാട്ടേക്ക് ഒരു അന്യസംസ്ഥാന തൊഴിലാളി വന്നായിരുന്നു. കള്ളൻ എന്ന് ആരോപിച്ച് അദ്ദേഹത്തെ കുറച്ച് നരാധമന്മാർ അദ്ദേഹത്തെ തല്ലിക്കൊന്നു. കേരളത്തെ നടുക്കുന്ന, അല്ലെങ്കിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊലപാതകമായിരുന്നു അത്. ഇവനെ പോലുള്ള നാറികളെ എന്ത് ചെയ്യണം? ഒരാൾ ചത്ത് കിടക്കുമ്പോഴാണോ തൻ്റെ ഈ കാറിൽ വന്നിട്ടുള്ള പോണ? തനിക്കെന്ത് യോഗ്യതയുണ്ട് അയാളെ പറയാൻ? തനിക്ക് മുഴു ഭ്രാന്താണ് എന്ന് കരുതി എടോ ചെകുത്താനെ, തൻ്റെ കാലം അടുത്തു കഴിഞ്ഞു. തനിക്കുള്ള വാഴയിലയും വെട്ടിവെച്ച് നീ കാത്തിരുന്നോ? ഒരുപക്ഷെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചേക്കാം. നിന്നെപ്പോലുള്ള നാറുകളെ തല്ലിക്കൊന്നാലൊന്നും ഒന്നും പോകാനില്ല. തൻ്റെ അവസാന നാൾ വരെയും സ്വന്തം ആശയം മാത്രം മുന്നോട്ട് വെച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്നുള്ളൊരു മൂവി കണ്ടാൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു എന്താണ് കേരളം എന്നുള്ളത്. ചിന്താവിഷ്ടയായ ശ്യാമള, ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇടം പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കണ്ണു നിറഞ്ഞത്, അല്ലെങ്കിൽ മനസ്സൊന്ന് പിടഞ്ഞത്. അദ്ദേഹത്തിന് 1000 ആദരാഞ്ജലികൾ. ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രതികരണം അതെന്തായാലും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.